സ്വാഗതം സുഹൃത്തുക്കളെ. ഈ വീഡിയോയിൽ ഇസ്രായേലിന് മേലുള്ള ലോർഡിന്റെ ദിവ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഈനോക്ക് കണ്ട ദർശനം തുടരുന്നു. തുടർന്ന് ഈനോക്ക് ദർശനത്തിൽ കാണുന്നത് മിശിഹായുടെ ജനനമാണ്. 90:18 ലോർഡ് ആടുകൾക്ക്, അതായത് ഇസ്രായേലിന് ഒരു വലിയ വാൾ നൽകി. അതുകൊണ്ടവർ കാട്ടുമൃഗങ്ങളെയും, അതായത് ചുറ്റുമുള്ള ശത്രുതയുള്ള വിജാതീയ രാഷ്ട്രങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും, അഥവാ അവർക്കെതിരെ വന്ന അക്രമാസക്തരായ സാമ്രാജ്യത്വ ശക്തികളെയും ഓടിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതായി നമുക്ക് മക്കാബീസ് എന്ന പുസ്തകത്തിൽ കാണുവാൻ കഴിയും. നമുക്കതിലേക്ക് കടക്കാം. മത്താത്തിയാസിന്റെ മരണശേഷം ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ട യൂദ തൻ്റെ സഹോദരന്മാരുടെയും മത്താത്തിയാസിനോടൊപ്പം കൂടിയവരുടെയും സഹകരണത്തോടുകൂടി നടത്തിയ ധീരമായ പ്രവൃത്തികളാൽ എല്ലാവർക്കും അദ്ദേഹം ബഹുമാന്യനായി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എല്ലായിടത്തും പരന്നു. ഇരയ്ക്ക് വേണ്ടി അലറുന്ന ഒരു സിംഹക്കുട്ടിയെപ്പോലെ തൻ്റെ ജനത്തെ ഉപദ്രവിച്ചവരെ അവൻ അന്വേഷിച്ച് അവരെ പിന്തുടർന്ന് ചുട്ടുകളഞ്ഞു. അതിനാൽ ദുഷ്ടന്മാർ ഭയന്ന് ഒതുങ്ങുകയും അവരിൽ നിന്നും വിടുതൽ കിട്ടിയ ജനം അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു. യഹൂദ നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ നിന്ന് എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിച്ച് ഇസ്രായേലിൽ നിന്ന് ക്രോധമാക്കി. അങ്ങനെ ഭൂമിയുടെ അറ്റം വരെയും അവൻ അറിയപ്പെട്ടു. തങ്ങളുടെ നിയമ സംരക്ഷണത്തിനായി ജീവൻ വെടിയാൻ തയ്യാറായി വന്നവരെ എല്ലാം അദ്ദേഹം സ്വീകരിച്ചു. യൂദയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ചെറിയ യഹൂദ പ്രതിരോധത്തെ തകർക്കുവാൻ ശമരിയൻ പ്രദേശത്തെ സെലൂസിഡ് സൈനിക കമാൻഡറായ അപ്പോളോണിയസ് ശമരിയയിൽ നിന്ന് വിജാതീയരുടെ ഒരു വലിയ സൈന്യത്തെ ശേഖരിച്ചു. ശമരിയയിലെ അദ്ദേഹത്തിൻ്റെ വലിയ സൈന്യവുമായി അതിനെ കൂട്ടിച്ചേർത്ത് അദ്ദേഹം യൂദയോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ആ വലിയ സൈന്യത്തോട് എതിരിട്ട യൂദയ്ക്ക് അതിശയകരമായ കമാൻഡറെ കൊന്ന് അവൻ്റെ വാൾ സ്വന്തമാക്കുവാൻ കഴിയുന്നു. 90:14 സഹായം മുകളിൽ നിന്നും വരുന്നു എന്ന ലോർഡിന്റെ വാഗ്ദാനത്തിന് അനുസരണമായി ദൈവിക പ്രീതിയെയും നിയമാനുസൃത നേതൃത്വത്തെയും പ്രതീകപ്പെടുത്തുന്ന ആ വാൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായുധമായി മാറി. അതുപയോഗിച്ച് ജീവിതകാലം മുഴുവൻ അദ്ദേഹം പോരാടി. യൂദയുടെ നേതൃത്വത്തിൽ മക്കാബിയൻ കലാപത്തിൻ്റെ ആദ്യത്തെ പ്രധാന വിജയമായിരുന്നു അത്. യൂദ ദൈവ പിന്തുണയുള്ള ഒരു വിമോചകനായി അംഗീകരിക്കപ്പെടുകയും പിന്നീടുള്ള മുഴുവൻ പ്രക്ഷോഭത്തിനും അത് ശക്തിയേകുകയും ചെയ്തു. യൂദാസിന് ലഭിച്ച വാളാൽ തന്നെയല്ലേ 90:14 ലോർഡിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെട്ടത്? മുകളിൽ നിന്ന് സഹായം വരുമെന്ന വാഗ്ദാനം. ജൂതരുടെ ചരിത്രം ഈനോക്കിന്റെ ഈ ബുക്കുമായി കൂട്ടി വായിക്കുമ്പോൾ ഈ വാക്യം 90:14 ശേഷം വരേണ്ടതാണ്. എന്നാൽ നിബിന്റെ വാക്യക്രമം അനുസരിച്ച് അത് കഴിഞ്ഞ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിനാൽ നിബിന്റെ അതേ വാക്യക്രമത്തിൽ തന്നെയാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ അറിവിനായി ഞാൻ പറയുകയാണ്. 90:19 ഒരു വെളുത്ത കാള. അതെങ്ങനെ ജനിച്ചുവെന്നും അതിൻ്റെ കൊമ്പുകൾ വളരെ വലുതാണെന്നും എല്ലാ കാട്ടുമൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും അതിനെ ഭയന്ന് നിരന്തരം അതിനോട് കെഞ്ചി അപേക്ഷിക്കുന്നതും ഞാൻ കണ്ടു. ഈ ദർശനത്തിൽ ഈനോക്ക് കാണുന്നത് വെറും ഒരു കാളയെയോ ആടിനെയോ അല്ല, വളരെ വലിപ്പമുള്ള കൊമ്പുകളുള്ള വെള്ള നിറത്തിലെ ഒരു കാളയുടെ ജനനമാണ്. വെള്ള നിറവും വലിയ കൊമ്പുകളും കാണിക്കുന്നത് പരിശുദ്ധനും നീതിമാനും ദിവ്യപ്രീതി ലഭിച്ചവനും ദൈവം നൽകിയ അധികാരം, ശക്തി, രാജത്വം ഇവയോട് കൂടിയ ഒരു കുഞ്ഞിൻ്റെ ജനനത്തെയാണ്, അതായത് മിശിഹായുടെ ജനനം.
ഈനോക്കിന്റെ 1-ാം ബുക്കിൽ നോഹ, അബ്രഹാം, മോശ ഇവരുടെ ജനനത്തിലും ഈ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. ആ വെള്ളക്കാളയെ, അതായത് മിശിഹായെ ഭയപ്പെട്ട വന്യമൃഗങ്ങളും പക്ഷികളും പ്രതിനിധാനം ചെയ്യുന്നത് എതിർപ്പുള്ള രാഷ്ട്രങ്ങളെയും ആത്മീക ശക്തികളെയുമാണ്. പണ്ഡിതന്മാർ മിക്കവരും ഈ ജനനം യേശുവിന്റെ ജനനത്തെ കാണിക്കുന്നതാണ് എന്നതിനോട് യോജിക്കുന്നു. കാട്ടുമൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും അതിനെ നിരന്തരം ഭയപ്പെട്ട് അതിനോട് കെഞ്ചി അപേക്ഷിക്കുന്നത് ഈനോക്ക് കണ്ടു എന്നതിൽ പറയുന്നു. യേശുക്രിസ്തുവിന്റെ ഭൂലോക ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യനെ യേശു സുഖപ്പെടുത്തുമ്പോൾ ഭയത്താൽ അശുദ്ധാത്മാവ് യേശുവിനോട് കെഞ്ചി അപേക്ഷിക്കുകയാണ്, സമയം എത്തുന്നതിന് മുമ്പ് അതിനെ കഷ്ടപ്പെടുത്തരുത്, അകലെ കാണുന്ന പന്നിക്കൂട്ടത്തിലെ ശരീരങ്ങളിലേക്ക് കയറുവാൻ അതിനെ അനുവദിക്കണമെന്ന്. പരിഭാഷയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്ത നിബിന്റെ പുസ്തകത്തിൽ ഇത് 90-37 ദൈവവിധിക്കും ശിക്ഷയ്ക്കും ശേഷമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ അതിനെ ദൈവവിധിക്കും ശിക്ഷയ്ക്കും മുൻപായി 90-19 കൊണ്ടുവന്നിരിക്കുകയാണ്. 90-20 ഞാൻ നോക്കിയപ്പോൾ അവയുടെ എല്ലാ വർഗങ്ങളും രൂപാന്തരപ്പെട്ട് വെളുത്ത കാളകളായി മാറുന്നത് കണ്ടു. അവയിൽ ആദ്യത്തേത് ഒരു കാട്ടുപോത്തായിരുന്നു. ആ കാട്ടുപോത്ത് തലയിൽ വലിയ കറുത്ത കൊമ്പുകൾ ഉണ്ടായിരുന്ന ഒരു വലിയ മൃഗമായിരുന്നു. ആടുകളുടെ നാഥൻ അവയെയും എല്ലാ കാളുകളെയും കണ്ട് സന്തോഷിച്ചു. ഒന്നാമതായി ഇതിൽ പറയുന്നത് അവയുടെ എല്ലാ വർഗങ്ങളും രൂപാന്തരപ്പെട്ട് വെളുത്ത കാളുകളായി മാറി എന്നാണ്. ഇത് ദൈവജനത്തിന്റെ പുതുക്കലിന്റെയും വാഴ്ത്തപ്പെടലിന്റെയും പ്രതീകമാണ്. പരിശുദ്ധി, പവിത്രത, പുനരുദ്ധാന ജീവിതം എന്നിവയെ വെള്ളം പ്രതിനിധാനം ചെയ്യുന്നു. രണ്ടാമതായി അവയിൽ ആദ്യത്തെ ഒരു കാട്ടുപോത്തായിരുന്നു. ഒന്നീനോക്കിൽ പ്രതീകാത്മകമായി ആദ്യത്തേത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഒരു പുതിയ ഘട്ടം ആരംഭിക്കുമ്പോൾ ഉയർന്നു വരുന്ന അതിൻ്റെ ദിശ നിശ്ചയിക്കുന്ന പ്രധാന വ്യക്തിയെയാണ്. ശക്തി, ദൗത്യം, പ്രാമുഖ്യം എന്നിവയിൽ വേറിട്ട് നിൽക്കുന്നയാളെ. ആരാണ് ഈ കാട്ടുപോത്ത്? മൂന്നാമതായി ഇതിൽ പറയുന്നത് വലിയ കറുത്ത കൊമ്പുകളുള്ള ഒരു കാട്ടുപോത്തായിരുന്നു അതെന്നാണ്. ഇതിൽ കറുപ്പ് നിറം പാപത്തെയും കൊമ്പിന്റെ വലിപ്പം പരമോന്നത അധികാരത്തെയും, കൊമ്പുകൾ ഈനോക്കിന്റെ ബുക്കിൽ എപ്പോഴും ദൈവം നൽകിയ അധികാരത്തെയും സൂചിപ്പിക്കുന്നു. ബൈബിൾ പ്രകാരം അത് വേറെ ആരുമല്ല, പൗലോസാണ്. പുതിയ ആട്ടിൻകൂട്ടത്തിലെ ആദ്യത്തെ പ്രധാന നേതാവായ അദ്ദേഹം രൂപാന്തരപ്പെട്ട കാളുകളിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായി മാറുന്നു. കറുത്ത കൊമ്പുകൾ ആ കാട്ടുപോത്തിന്റെ, അതായത് പൗലോസിന്റെ മുൻകാല ജീവിതത്തിന്റെ കറുത്ത അധ്യായങ്ങളെയും കുറ്റബോധത്തെയും കാണിക്കുന്നു. അതേസമയം അവന്റെ രൂപാന്തരീകരണത്തിന് ശേഷം അവന് നൽകപ്പെട്ട വലിയ അധികാരത്തെയും അത് പ്രതിഫലിപ്പിക്കുന്നു. ഒരിക്കൽ ഒരു പീഡകനും ഇപ്പോൾ ദൈവത്തിന്റെ കൈകളിലെ ശക്തമായ ഉപകരണവുമായി പുതുക്കപ്പെട്ട പൗലോസ് വിശ്വാസികൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്നു. നാലാമതായി കറുത്ത കൊമ്പുകൾ പൗലോസിന്റെ മുൻകാല ജീവിതത്തിന്റെ കറുത്ത അധ്യായങ്ങളെയും കുറ്റബോധത്തെയും കാണിക്കുന്നു. അതേസമയം അവന്റെ രൂപാന്തരീകരണത്തിന് ശേഷം അവന് നൽകപ്പെട്ട വലിയ അധികാരത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഒരിക്കൽ പീഡകനും ഇപ്പോൾ ദൈവത്തിന്റെ കൈകളിലെ ശക്തമായ ഉപകരണമായി പുതുക്കപ്പെട്ട പൗലോസ് വിശ്വാസികൾക്കിടയിൽ വേറിട്ട് നിൽക്കുന്നു. നാലാമതായി ആടുകളുടെ നാഥൻ അവയെയും എല്ലാ കാളകളെയും കണ്ട് സന്തോഷിച്ചു. ഇതാണ് മിശിഹായുടെ ദൈവിക അംഗീകാരം.
അവരുടെ പുതുക്കൽ ക്രിസ്തുവിലൂടെ രൂപപ്പെട്ട പുതിയ സമൂഹത്തിൻ്റെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നു. അവരുടെ പരിവർത്തനത്തെ അവൻ സ്വീകരിക്കുന്നതും പ്രവൃത്തിയിലുള്ള അവൻ്റെ സന്തോഷവും പ്രതിഫലിപ്പിക്കുന്നു. അവരുടെ പരിവർത്തനത്തിലേക്ക് നയിച്ച അവരുടെ പ്രവൃത്തികൾ കണ്ട് ലോർഡ് അത് സ്വീകരിച്ച് ആനന്ദിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവരുടെ എല്ലാ വർഗങ്ങളും വെള്ളക്കാളകളായി രൂപാന്തരപ്പെട്ടു എന്നത് ഒരു ആഗോള രൂപാന്തരത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ശിഷ്യന്മാരും ഒരു ചെറിയ കൂട്ടം ആൾക്കാരും മാത്രമേ വിശ്വാസത്തിലേക്ക് വന്നിരുന്നുള്ളൂ. ഇസ്രായേൽ മൊത്തത്തിൽ രൂപാന്തരപ്പെട്ടില്ല. ജാതി രാഷ്ട്രങ്ങൾ മാറ്റമില്ലാതെ തുടർന്നു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള അപ്പോസ്തലന്മാരുടെ കാലത്ത് സുവിശേഷം പരന്നു എങ്കിലും മനുഷ്യവംശം ആത്മീകമായി ഏകീകരിക്കപ്പെട്ടിരുന്നില്ല. ഇസ്രായേൽ ജനത ഒരു ദേശീയ പരിവർത്തനത്തിന് വിധേയമായില്ല എന്ന് മാത്രമല്ല, ഇതിൽ പറയുന്നത് പോലെ ലോകം വെളുത്ത കാളകളായി മാറിയതുമില്ല. ഇന്നത്തെ സ്ഥിതി നോക്കിയാൽ മനുഷ്യവംശം വിഭാഗിക്കപ്പെട്ടു തന്നെ ഇരിക്കുന്നു. രാഷ്ട്രങ്ങൾ പ്രതീകാത്മകമായി വന്യമൃഗങ്ങളും പക്ഷികളുമായി തുടരുന്നു. ഇസ്രായേൽ ഒരു കൂട്ടായ പരിവർത്തനത്തിന് വിധേയമായിട്ടില്ല. അതിനാൽ ഇത് പൂർത്തീകരിക്കപ്പെടേണ്ടുന്ന ഒരു അന്ത്യകാല പ്രവചനമാണ്. ബൈബിളിലെ യെശയ്യാ പ്രവാചകന്റെ 2:11 അധ്യായങ്ങളിൽ പറയുന്നത് പോലെ എല്ലാ ജനതകളും ലോർഡിന്റെ അടുക്കൽ വരും. വെളിപ്പാട് 21 പറയുന്നത് പോലെ മാനവരാശി മരണമില്ലാത്ത, ദുഃഖവും കഷ്ടതകളും ഇല്ലാത്ത, ശത്രുതയില്ലാത്ത ഒരു പുതിയ ലോകത്തിൽ നമുക്കതിനായി കാത്തിരിക്കാം. ആടുകളുടെ നാഥൻ അവയെയും എല്ലാ കാളുകളെയും കണ്ട് സന്തോഷിച്ചു. ഇതും ഈനോക്ക് കണ്ട ദർശനത്തിൻ്റെ ഇനിയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നാണ്. പൗലൂസിൻ്റെയും അപ്പോസ്തലന്മാരുടെയും എല്ലാം സഹപ്രവർത്തകരുടെയും പ്രവൃത്തികളിലും ഇസ്രായേലിലും വിജാതിയരും ഉൾപ്പെട്ട മനുഷ്യരുടെ എല്ലാം പൂർണ്ണ രൂപാന്തരത്തിലുമാണ് ലോർഡ് സന്തോഷിക്കുന്നത്. അല്ലാതെ ഇത് 1-ാം നൂറ്റാണ്ടിലത്തെ സംഭവമല്ല. യേശുവിൻ്റെ 2ാം വരവിന് ശേഷം പൂർണ്ണമായ രൂപാന്തരം സംഭവിക്കുന്നു. അപ്പോൾ മാത്രമേ കർത്താവ് സന്തോഷിക്കുകയുള്ളൂ. ഈ യാത്ര നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുവാൻ മറക്കരുത്. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ അന്ത്യവിധി ആരംഭിക്കുകയാണ്. കാണുവാൻ ആഗ്രഹമുള്ളവർ നോട്ടിഫിക്കേഷനിൽ ഓൾ തിരഞ്ഞെടുക്കുവാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം എൻ്റെ ഹൃദയംഗമായ താങ്ക്സ്.